കുടുംബമൊക്കെ എങ്ങനെ പോകുന്നു? ഹലോ സാർ, ഞാനൊരു ഇലക്ഷൻ സർവേയുടെ ഭാഗമായിട്ട് വിളിക്കുകയായിരുന്നേ. പറഞ്ഞു. ഞങ്ങള് മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരെയും വിളിക്കുന്നുണ്ട്. ആ സാറിന്റെ മണ്ഡലത്തിൽ മൊയ്തുവിന്റെ പേരാണല്ലോ ഉയർന്നു കേൾക്കുന്നത്. ആ അതെ അതെ അതെ. സാർ, അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കുറിച്ച് സാറിന് എന്താ അഭിപ്രായം? എന്ത് പെർഫോമൻസ്, ഒരു വകയ്ക്കുള്ളില്ല ഇയാള്, ഒരു വസ്തുവിനുള്ളില്ല. അതെ, MLA ആയിട്ട് ഇവിടുന്ന് ജയിച്ചു പോയിട്ട് 5 കൊല്ലായില്ലേ, ഇതുവരെ ഞാൻ നാട്ടുകാർ കണ്ടിട്ടില്ല ഇയാളിനെ. അദ്ദേഹത്തിന് വിജയസാധ്യതയുണ്ടോ? എന്ത് സാധ്യത, ഒരു വിജയ സാധ്യത ഇല്ല. ഇയാള് തോൽക്കണത് എത്ര ഭൂരിപക്ഷം കുറഞ്ഞിട്ടാന്നുള്ളത് ആലോചിച്ചൊക്കെയാണ്. അദ്ദേഹത്തിന് ജനങ്ങളായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എന്ത് ബന്ധം, ഇയാൾ ആൾക്കാരെ കണ്ടിട്ടോ? ഇയാൾ കാറൊന്ന് കേട് വന്നാൽ പോലും ആ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, എന്നല്ലേ ജനങ്ങൾ കാണാ. ഇയാള് നിയമസഭയിൽ മുണ്ട് മണക്കുത്താൻ വേണ്ടിയിട്ടൊന്നും കൂടി എണിച്ചു നിന്നിട്ടില്ല എന്നുള്ളതാ. മൊയ്തു MLA പ്രവർത്തനത്തിന് സാറ് 10ൽ എത്ര മാർക്ക് കൊടുക്കും? നിങ്ങളുടെ ഇല്ലേ 0 എന്നുള്ള മാർക്ക് ഉണ്ടാ? 0? അയ്യോ, അതില്ല സാറേ. ഇല്ല. ഉണ്ടെങ്കിൽ അത് ഇടാർന്നു, വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല അയാൾക്ക്. അപ്പം സാറ് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് പോസിറ്റീവായിട്ട് ഒന്നുമില്ലെന്നാണോ? എന്ത് പോസിറ്റീവ് എന്നേ, ഇയാള് പാർട്ടിയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിന്നാൽ തന്നെ അതൊരു പോസിറ്റീവാ. ഇയാൾ ഉണ്ടെങ്കിൽ മൊത്തം നെഗറ്റീവാ. ഓക്കെ സാർ, താങ്ക് യു.